മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണല്ലോ. ഇന്ന് ജനുവരി 20-ാം തീയതി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളാണ്. രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ വേദന സഹിക്കുന്നവർ ഒട്ടനവധി പേർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് അച്ഛനറിയാം. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ വചനം മുഴുവൻ ലോകം എത്തിക്കാൻ വേണ്ടി ഒരു സംഘം ഉണർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങളെ എല്ലാവരെയും ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് ഒരു പ്രത്യേകമായ വചനത്തിലൂടെയാണ്. ആ വചനം നമുക്ക് കേൾക്കണ്ടേ? സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 18-ാം വാക്യം. കർത്താവ് ക്ഷമാശീലനും അചഞ്ചലമായ സ്നേഹം കവിഞ്ഞു ഒഴുകുന്നവനുമാണ്. അവിടുന്ന് അകൃത്യവും അപരാധങ്ങളും ക്ഷമിക്കുന്നവനുമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മോട് പറയുകയാണ്, കർത്താവ് ക്ഷമാശീലനും അചഞ്ചലമായ സ്നേഹം ഒഴുകുന്നവനുമാണ്. നീ രോഗിയായി കിടക്കുകയാണ്, നിന്റെ രോഗശൈലിയിലേക്ക് കടന്നു വരികയാണ്. നീ മരുന്നുകൾക്ക് അടിമയാണോ? ദിവ്യവൈദ്യനായി ഔഷധമായി ഈശോ കടന്നു വരികയാണ്. നീ ബോധമറ്റ് മറ്റുള്ളവരുടെ സഹായം തേടിക്കൊണ്ടിരിക്കുന്നവനാണ്, അവരുടെ പക്കലേക്ക് ഈശോ കടന്നു വരികയാണ്. ഒരു പാപബന്ധനത്തിലാണോ നീ കഴിഞ്ഞുകൂടുന്നത്? ഈശോ നിന്നെ ആ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി കടന്നു വരികയാണ്. ഒരുപക്ഷെ പഠിക്കുന്നൊരു കുട്ടിയായിരിക്കാം, എത്ര പഠിച്ചിട്ടും ഓർമ്മ കിട്ടാത്ത ഒരു കുഞ്ഞാണ്. കർത്താവ് ഓർമ്മശക്തിയുമായി നിന്റെ പക്കലേക്ക് കടന്നു വരാണ്. ഈ സമയം വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇരിക്കുന്നവരോട് കർത്താവ് പറയുന്നു, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക, ഹൃദയം കൊണ്ട് അനുതപിക്കുക, ഹൃദയത്തെ നീ ഒരുക്കുക. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ട്യൂമർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തളർന്നു കിടക്കുന്ന തളർവാദ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പല വിധത്തിലും കഷ്ടങ്ങളും വേദനകളും സഹിക്കുന്ന എല്ലാവരുടെ പക്കലേക്കും ഈശോ കടന്നു വരട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, ഈ പ്രയർ ലൈൻ ഷെയർ ചെയ്യുന്ന എല്ലാവരോടും, അവരുടെ ഭവനത്തിലേക്ക് വിശുദ്ധ സെബസ്ത്യാനോസ് കടന്നു വരട്ടെ. ക്ഷമാശീലനും സ്നേഹസമ്പന്നനായ യേശു നമ്മെ തൊട്ട് സുഖപ്പെടുത്തട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.